ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് പഠിക്കാം. അതിൻ്റെ പേരാണ് പ്രിഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞത് രംഗക്കുട്ട മെത്തേഡ്സ് പറഞ്ഞു, അതുപോലെ ഓയിലർ മെത്തേഡ്സ് പറഞ്ഞു. സോ നമുക്ക് ഇതുവരെയുള്ള മെത്തേഡ്സിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ യു ഹാവ് എൻ ഇക്വേഷൻ. അപ്പോൾ ഈ രംഗക്കുട്ട മെത്തേഡ് ആണെങ്കിൽ ശരി, നമുക്ക് പലപ്പോഴും കാണേണ്ടി വരിക എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്നുള്ള പോയിന്റിലുള്ള സൊല്യൂഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇൻ്റർവൽ എക്സ് ഈക്വൽ ടു എക്സ് എൻ ടു എക്സ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ അല്ലേ, ഇതാണ് നമുക്ക് കാണേണ്ടി വരിക. പക്ഷേ ഇത് കാണണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു നോ ദ ബിഗിനിങ് ഓഫ് ദ ഇൻ്റർവൽ. അതായത് നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു നോ അബൌട്ട് എക്സ് ഈക്വൽ ടു എക്സ് എൻ. അതായത് ഒരു മെത്തേഡിൽ ഒരെണ്ണത്തിൽ ബിഗിനിങ് ഇൻ്റർവെല്ലിൽ അത് അറിയുമെങ്കിൽ നമുക്കത് തൊട്ടടുത്തതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡുകളാണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ കണ്ടിരുന്നു ആദ്യത്തെ വാല്യൂ നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് സീറോ അതിൽ ഒരെണ്ണം കണ്ടുപിടിക്കും. ദെൻ വി ആർ ഐട്രേറ്റിംഗ് ഇറ്റ് അഗെയിൻ ടു ഫൈൻഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ സൊല്യൂഷൻ. പക്ഷേ മറ്റൊരു മെത്തേഡ് നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രിഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ്. സോ ദീസ് ആർ ദ വൺസ് വിച്ച് റിക്വയർ ഫംഗ്ഷൻ വാല്യൂസ് അറ്റ് xn minus 1, xn minus 2 to find value at xn plus 1. അതായത് xn plus 1ലുള്ള വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് xn minus 1, xn minus 2 അങ്ങനെയുള്ള അതിൻ്റെ മറ്റു വാല്യൂസ്, അതുവരെയുള്ള വാല്യൂസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എക്സ് എൻ പ്ലസ് വണ്ണിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മെത്തേഡ്സിൻ്റെ പേരാണ് പ്രിഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ്. സോ നമുക്കതിനകത്ത് രണ്ട് തരം ഇക്വേഷൻസ് ഉണ്ടാവും. സോ യു വിൽ ഹാവ് എ പ്രിഡിക്റ്റർ ഫോർമുല. സോ പ്രിഡിക്റ്റർ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഫൈൻഡ് ദ വാല്യൂ അറ്റ് എക്സ് എൻ പ്ലസ് വൺ. Okay, then there is a corrector formula. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ അക്യുറസി. ഓക്കെ, സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ വാല്യൂ അറ്റ് വൈ എൻ പ്ലസ് വൺ. ഓക്കെ, അതായത് എക്സ് എൻ പ്ലസ് വണ്ണിൽ നമുക്ക് വൈ ഓഫ് എക്സ് എൻ പ്ലസ് വണ്ണിലുള്ള വാല്യൂ ഈ പ്രഡിക്റ്റർ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുകയും കറക്റ്റർ ഫോർമുല വെച്ചിട്ട് അവിടെയുള്ള വാല്യൂ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എ വേ ഇൻ പ്രിഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ് നമുക്ക് കുറച്ചെണ്ണം പഠിച്ചു നോക്കാം. സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ഫസ്റ്റ് വൺ, Adams-Moulton method. ഓക്കെ, ഈ ആഡംസ്-മോൾട്ടൺ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആദ്യം ഫസ്റ്റ് ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. So Newton's backward difference formula can be written as, so Newton's backward difference formula can be written as f of x comma y is equal to f0 plus n delta f0 plus n into n plus 1 by 2 delta square f0 plus n into n plus 1 into n plus 2 divided by 6 into delta cube f0 plus etc., where n is equal to x minus x0
divided by h. And f0 is equal to f of x0 y0. Okay. Now we have the equation y1 is equal to y0 plus integral from x0 to x1 f of xy dx. Okay. The f of xy എന്നുള്ളതിനെ, so maybe I will give you this as equation number 1 in equation number 2 and 2. So substitute equation number 1 in equation number 2. So put 1 in 2. നമ്മുടെ equation എന്തായി മാറി നോക്കാം. That is y1 is equal to y0 plus integral x0 to x1 ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് സീറോ എന്ന് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിനെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എഫ് സീറോ പ്ലസ് എൻ ഡെൽറ്റ എഫ് സീറോ പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഡെൽറ്റ സ്ക്വയർ എഫ് സീറോ പ്ലസ് എക്സെട്ര dx. This is equal to നമുക്കൊന്ന് ഇവിടെ x0 to x1 dx എന്നുള്ളതിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ ലിമിറ്റ് എല്ലാം മാറ്റണം. ലിമിറ്റ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കി നോക്കാം. സോ ഇംപ്ലൈസ് നമുക്കറിയാം എക്സ് മൈനസ് എക്സ് സീറോ ബൈ എച്ച് ഈസ് ഈക്വൽ ടു എൻ, അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് സീറോ ഈസ് ഈക്വൽ ടു എൻ എച്ച് dx is equal to h into dn. Okay, then at x equal to x0 n is equal to 0. Okay, then at x equal to x1 എന്ന് പറഞ്ഞാൽ ഇവിടെ x1 മൈനസ് x0 ബൈ എച്ച് വരും അല്ലേ. നമുക്കറിയാം എച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ദിസ് വിൽ ബി എക്സ് മൈനസ് x0 ഇറ്റ് സെൽഫ് ഈസ് എച്ച്, സോ എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ലിമിറ്റ് x0 to x എന്നുള്ളതിനെ 0 to 1 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇവിടെ എച്ച് വന്നു, ഇൻ്റഗ്രൽ 0 to 1 വന്നു, ബാക്കി f0 പ്ലസ് n del f0 പ്ലസ് n into n plus 1/2 delta square f0 plus etc. dn. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് റിസൾട്ട് എഴുതുകയാണ്, y0 പ്ലസ് എച്ച് ഇൻറ്റു 1 പ്ലസ് 1/2 del പ്ലസ് 5/12 del square plus 3/8 del cube plus 251/720 delta raised to 4 plus etc. f0. Okay. സോ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് നോക്കി നോക്കാം. ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഇക്വേഷൻ്റെ പ്രത്യേകത, ഓക്കെ,
നമുക്ക് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ y1 റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്ന് ഇവിടെ ഡെൽ f0 വന്നു. അപ്പോൾ f0-ന് ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് f-1 ആയി. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ f-2 ആയി. ഡെൽ സ്ക്വയർ ഇവിടെ നിന്നാൽ f-3 ആയി. അതായത് the RHS depends on ഒന്ന് y0, അടുത്തത് f0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതല്ലേ y ആണ്. അപ്പോൾ സോ f തന്നെയാണ്. അടുത്തത് y-1, y-2 എക്സെട്ര അങ്ങനെ പോകും. അതായത് ഇതിന് തൊട്ട് മുമ്പേ ഉള്ള വാല്യൂസിനെയാണ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് വാല്യൂവിലാണോ നിൽക്കുന്നത്, f0 ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വാല്യൂവിൽ, അതായത് ഈ y1 കാണണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപേ ഉള്ള വാല്യൂസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഫോർമുല ക്യാൻ ബി used to compute y1. Therefore, we write it as y1p is equal to y0 plus 1 plus half delta plus 5/12 delta square plus സോറി, ഇവിടെ ഞാൻ എച്ച് ഇടാൻ മറന്നുപോയി. എച്ച് ഉണ്ട്, സോറി, ഞാനിപ്പോൾ ഇവിടെ എച്ച് കറക്റ്റ് ചെയ്താൽ. സോ ദർ ഇസ് എൻ എച്ച് ഹിയർ. 5/12 h del square plus 3/8 del cube plus 251/720 del raised to 4 plus etc. f0. Okay. സോ ഇവിടെ ഞാനൊരു പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ പി എന്ന് ഇട്ടിട്ടുണ്ട്. പി ഈസ് ഫോർ, ദിസ് ഈസ് ഫോർ predictor. So this will predict the value of y1. Okay, so ഇത് predicted value ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. And this is called Adams-Bashforth formula. And this is a predictor formula. Okay, so this is a predictor formula. So in a similar way you can find out the corrector formula. So that one also using a backward difference formula. So that's in a similar manner we can obtain the corrector formula using Newton's backward difference formula at f1. So let's check out that. F of xy is equal to f1 plus n delta f1 plus n into n plus 1 by 2 del square f1 plus n into n plus 1 into n plus 2 divided by 6 delta cube f1 plus etc. Okay, so just substitute this equation in equation number 2. In equation number 2, so equation number 2 നോക്കാം. This is equation number 2. For
അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് y1 is equal to y0 plus integral x0 to x1 f1 plus n delta f1 plus n into n plus 1 by 2 del square f1 plus etc. dx. Okay. Now ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. ലിമിറ്റ് കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ what you are getting is y0 plus. So ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് h into 1 minus 1 by 2 del minus 1 by 12 del square minus 1 by 24 del cube minus 19 by 720 del raised to 4 etc. f1. Here the right side depends on f1 as y1, y1 y0, y minus 1 etc. Okay, so the RHS depends on y0, y minus 1, okay, y1 ഉണ്ട്, y1, y minus 2 etc. So this can be used as a corrected formula. So that means y1c is equal to y0 plus h into 1 minus half del minus 1 by 12 del square minus 1 by 24 del cube minus 19 by 720 del raised to 4 f1p, or this f1p. Okay, so this f1p, here there's an f1p. This f1p is the value obtained from the predictor formula. But f1p ഉണ്ടല്ലോ, ഇത് ആ predictor ഫോർമുലയിൽ നിന്ന് കിട്ടിയ ആ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. This is called Adams-Moulton corrector formula. Okay, this is the Adams-Moulton corrector formula. Now നമുക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നമുക്കുണ്ടോ ആ ഹയർ ഓർഡറിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഹയർ ഓർഡറിൽ വളരെ ചിലപ്പോൾ ചിലതാണ് ഇഗ്നോർ ചെയ്യാൻ പറ്റും. So that means you may ignore those higher order differences. Okay, so just substitute only the lower order differences and you can find out the general forms as, so maybe just y1p എന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഹയർ ഓർഡർ കളഞ്ഞു കഴിഞ്ഞാൽ y1p is equal to y0 plus h by 24 into 55 f0 minus 59 f minus 1 plus 37 f minus 2 minus 9 f minus 3 and
y1c is equal to y0 plus h by 24 9 f1p plus 19 f0 minus 5 f minus 1 plus f minus 2. So രണ്ടെണ്ണത്തിൽ അത്യാവശ്യം ഈ ഹയർ ഓർഡേഴ്സ് ഒക്കെ ഒന്ന് ഞാൻ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ എഫ് ഡെൽ സ്ക്വയറിൻ്റെയും ഡെൽ ക്യൂബിൻ്റെയും പലതിൻ്റെയും വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഞാനത് അതിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. സോ ഹിയർ ദ എറേഴ്സ് ആർ ഒന്നിൻ്റെ 251/720 raised to 5 S0 4 മറ്റേന്ന് വെച്ചാൽ -19/720 raised to 5 S0 4. ഓക്കെ, സോ ഇതിപ്പോൾ y1ൻ്റെയും അതുപോലെ y2ൻ്റെയുമാണ്, y1 പിയുടെയും y1 സിയുടെയുമാണ്. You may express the general form as, so the general form may be expressed as ഞാൻ ജനറൽ ഫോം എഴുതി കഴിഞ്ഞാൽ y n plus 1 p is equal to yn plus h by 24 into 55 fn minus 51 fn minus 1 plus 37 fn minus 2 minus 9 fn minus 3 and yn plus 1 c is equal to yn plus h by 24 into 9 fn plus p plus 19 fn minus 5 fn minus 1 plus fn minus 2. Okay, so these are the general formula and this normally are represented in ordinate form. So ഈ ഒരു സെറ്റ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. സോ they are the predictor, corrector, formulae. Okay, they are the predictor, corrector, formulae. Okay, so ഇത് ഈ ഒരു ഫോർമുല അത് വളരെ ഈസിയാണത്. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ഡു റിഗറസ് മാത്സ് ഫോർ ദാറ്റ്. നമുക്ക് കുറച്ച് വളരെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ മുഴുവനായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെറിവേഷൻസൊക്കെ ആയിട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് അധികം എക്സാമിനൊരു സമയം പ്രശ്നം വരും. സോ ബൈ സം വേ യു മേ റിമെമ്പർ ഇറ്റ്. ഓക്കെ, ആൻഡ് ഇതിനകത്തുള്ള നിങ്ങളുടെ പ്രോബ്ലം കൂടി ചെയ്ത് നോക്കിയാലാണ് അത് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഐഡിയ ഇത്രയുള്ളൂ. ഫസ്റ്റ് വൺ, ഒരു വാല്യൂ വെച്ചിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക പറയില്ല, അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യണം. അതിനെ അടുത്ത കറക്റ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, സോ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ദെൻ എന്തെങ്കിലും ഇത് നോക്കുക, എല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.